അച്ഛനിത് പല പ്രാവശ്യം എടുത്തതാ. സൽസ്വഭാവിയായ നിന്റെ ഭാര്യയുടെ നെറുകം തല നോക്കി പൊട്ടിക്കാൻ ഇന്ദ്രജയുടെ. അപ്പോഴൊക്കെ ഞങ്ങളാ തടഞ്ഞത്. നിന്റെ ഭാര്യയുടെ ജീവൻ ഞങ്ങളുടെയൊക്കെ ദാനമാ. മനസ്സിലായോടാ? മനസ്സിലായി. നിന്റെ ഭാര്യയും നീയും കൂടി ചെറുതായിട്ടൊന്നുമല്ല ഞങ്ങളെ കരയിപ്പിച്ചത്. അതിന്റെയൊക്കെ പക തീർക്കാൻ ഇതിലെ ഒരേ ഒരു ബുള്ളറ്റ് മതി. നിന്നെ പോലത്തെ പേയ പിടിച്ച നായ്ക്കളെ കൊല്ലണം. പൊട്ടത്തല പോലത്തെ നിന്റെ ഈ ചീഞ്ഞ തലയിലേക്ക് പൊട്ടിക്കട്ടേടാ ഒരെണ്ണം. പ്ലീസ് നന്ദിനി, അരുത്. പ്ലീസ്, മാപ്പ് 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 മാപ്പ്. ഇനി ഇത്തരം വില കുറഞ്ഞ അഭ്യാസങ്ങളുമായിട്ട് ഈ പടി കടക്കോടാ നീ? ഇല്ല, ഇത് ആദ്യത്തെയും അവസാനത്തെയും. എങ്കിൽ ചന്ദ്രഗിരി നടക്ക്. വേഗം. ജഗദീഷും കാർത്തിമോനും വന്നാ അവർക്ക് ഈ തോക്കൊന്നും വേണ്ട. നിന്നെ അവര് തല്ലിക്കൊല്ലും. വേഗം നടക്ക്. ഓക്കേ ഓക്കേ ഓക്കേ, നടക്ക്. കൈമളേട്ടാ, വല്ലതും പറ്റിയോ കൈമളേട്ടാ? സാരമില്ല, തലയൊന്നും ഇടിച്ചില്ല. അയ്യോ ദൈവമേ, ആ മഹാദ്രോഹി. അച്ഛ വെള്ളം കുടിക്ക്. രാജലക്ഷ്മി, നന്ദിനി മോൾ എവിടെ? എടുത്തി അയാൾ എന്തൊക്കെയാ കാട്ടിക്കുട്ടിന്ന് അറിയാൻ വേണ്ടി ആ മുറിയിലേക്ക് പോയേക്കുവാ. ഓഹ്, അവനൊരു കാട്ടാളനാ. നന്ദിനി മോളെ ഉപദ്രവിക്കും. മോളെ ഇനി വിളിക്കേ. മോളെ, മോളെ നന്ദിനി, മോളെ. ചന്ദ്രഗിരി മുറിക്കകം മുഴുവൻ അരിച്ചു പെറുക്കി. തോന്നക്കൽ പഞ്ചായത്തിലെ അരികൾ പെറുക്കും പോലെ ഒന്നും കിട്ടിയില്ല. മഹാദ്രോഹി, നിന്നോട് ഇതിനെ കണക്ക് ചോദിക്കാതെ ഈ രാജലക്ഷ്മി അമ്മ വിടില്ലടാ. എന്റെ കാർത്തിയും ജഗദീഷും ഇങ്ങ് വന്നോട്ടെ. പോട്ടമ്മേ, ഹിമഗിരിക്ക് ഒരു അബദ്ധം പറ്റിയതല്ലേ. ഹിമഗിരിയോ ചന്ദ്രഗിരിയോ ഹിമഗിരിയോ എന്നൊക്കെയല്ലേ? സോറി, ചന്ദ്രഗിരി. മൂപ്പർക്കിപ്പോ വലിയ കുറ്റബോധം അമ്മേ. വെറുതെ കയറി ശവത്തി കുത്തരുതേ. ഞാനൊന്ന് ഇറങ്ങിക്കോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? കണക്കുകളൊക്കെ കൃത്യമായിരിക്കണ്ടേ ദേവരാജ? TDS പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കൃത്യമായിട്ട് തന്നേക്കാം. അതങ്ങ് മേടിച്ചോണ്ട് പോയാ മതി. ചെമ്പകമംഗലത്ത് ജനാർദ്ദന കൈമളിന് നേരെ ഇന്നേ വരെ ഒരാളും വിരൽ ചൂണ്ടിയിട്ടില്ല. പക്ഷേ നീ എന്റെ അച്ഛനെ തള്ളിയിട്ടു. ഞങ്ങള് ചെമ്പകമംഗലത്തുകാര് കട ഒന്നും ബാക്കി വെക്കാറില്ല. അച്ഛാ, കൊടുത്തു വിട്ടേക്കച്ഛാ. പാവം വിഷമിച്ച് നിൽക്കുക. വാ